ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പോർഷനിലെത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് BMA കാൽക്കുലേറ്റർ കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സിയിൽ നമ്മളൊന്നും ഒരു പോർഷനും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഷ് ഇൻക്ലൂഡ് ആണെങ്കിലും ഇൻഡ് മെയിൻ ആണെങ്കിലും ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താ ഇൻഡ്, ഫ്ലോട്ട്, പ്രിന്റ് എഫ്, സ്കാൻഎഫ്, ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത്ര പോർഷനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു BMA കാൽക്കുലേറ്റർ പോലെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു BMA കാൽക്കുലേറ്ററിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ പോർഷനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡ് എന്താ, ഫ്ലോട്ട് എന്താ, ഡബിൾ എന്താ, ക്യാരക്ടർ എന്താ, അറേ, അങ്ങനത്തെ അതേപോലെ ഫംഗ്ഷൻസ്, ഫോർ ലൂപ്പ്, അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഈ കോഡിങ്ങിന്റെ ആ ഒരു പോർഷൻ, ചെറിയൊരു സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു BMA കാൽക്കുലേറ്റർ ഇവിടെ നമ്മൾ ഇത്ര പോർഷൻസ് എടുത്തത്. ഇനി നമുക്ക് ഇതൊക്കെ എന്തിനാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യണത്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത് പ്രിന്റ് എഫില് BMA വാല്യൂസ് പെർസെൻറ്റേജ് എഫ് BMA വാല്യൂസ്. അപ്പോൾ നമുക്ക് BMA വാല്യൂസ് എത്രയാണ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ വെയിറ്റ് ഇൻ kg. ഇവിടെ നമ്മൾ ഈ ഒരു പ്രിന്റ് എഫ് ആണ് ഇവിടെ വർക്ക് ആയത്, കണ്ടില്ലേ, എൻ്റർ ദ വെയിറ്റ് ഇൻ kg. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, വെയിറ്റ് കൊടുത്തു. വെയിറ്റ് ഞാനൊരു 64 കൊടുത്തു. ഓക്കെ, എൻ്റർ അടിച്ചു. നെക്സ്റ്റ് എന്ത് തോന്നുന്നു, എൻ്റർ ദ വെയിറ്റ് ഇൻ ഹൈറ്റ് ഇൻ CM. ഇവിടെ നോക്കി നോക്കൂ, എൻ്റർ ദ ഹൈറ്റ് ഇൻ CM. ഈ ഒരു ഹൈറ്റിന് ഞാൻ എത്ര കൊടുത്തു, ഒരു 175 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 175 ഹൈറ്റിലേക്കും 64 വെയിറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഹൈറ്റ് അസൈൻ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 100. ഹൈറ്റിന്റെ വാല്യൂസ് എത്രയാണ്, ഹൈറ്റ് 175 ആണ്. അപ്പൊ എന്ത് ചെയ്തു, 175 ഡിവൈഡഡ് ബൈ 100, അതിന് സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റിൽ എന്ത് ചെയ്തു, ആ ഒരു മീറ്റർ വാല്യൂസ് ആണ് ഇപ്പോൾ ഹൈറ്റിലുള്ളത്. ഇവിടെ നമ്മൾ ഇതിനെ പറയുന്ന പേര് അസൈനിങ് എന്നാണ്. ഇതിനെ ഈക്വൽ ടു എന്ന് പറയരുത്. ഓക്കെ, റൈറ്റ് സൈഡത്തെ കോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു. പിന്നെ എന്ത് ചെയ്തു, BMA വാല്യൂസ് നമ്മൾ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. BMA വാല്യൂസിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, മീറ്റർ ഇൻറ്റു ഹൈറ്റ് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ BMA വാല്യൂസ് കിട്ടി. ഇനി ആ BMA വാല്യൂസ് നമുക്ക് ഇവിടെ പ്രിന്റ് എഫിൽ കൊടുത്തിട്ടുണ്ട്, BMA വാല്യൂസ്. ഇനി ജസ്റ്റ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലേ, BMA വാല്യൂസ് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 20 എന്ന് പറഞ്ഞത് അണ്ടർ വെയിറ്റ് ആണോ, അതോ നോർമൽ ആണോ, അതോ ഒബീസ് ആണോ, ഓവർ വെയിറ്റ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ നേരെ പോയിട്ട് നെറ്റ് പോയിട്ട് സെർച്ച് ചെയ്യാം. ഈ BMA വാല്യൂസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് സ്റ്റേറ്റ്മെന്റിലേക്ക് ഇടുക, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഗൂഗിൾ ഓപ്പൺ ചെയ്യാം, BMA ഇക്വേഷൻ എന്നോ അല്ലെങ്കിൽ BMA കാൽക്കുലേറ്റർ എന്നോ കേട്ടോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. നമുക്കതിന്റെ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, 18.4 താഴെയാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്. 18.5നും 24.9ന്റെയും സെൻട്രലാണെങ്കിൽ നോർമൽ ആണ്. 25.0 39.9നും ഓവർ വെയിറ്റ് ആണ്. 40ക്ക് മുകളിലാണെങ്കിൽ ഒബീസ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കും, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടീഷൻ, ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യല്ലേ. 18.4 താഴെയാണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ എന്താണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യും, അണ്ടർ വെയിറ്റ് യൂസ് ചെയ്യും. നോർമൽ 18.5നും 24.9നും ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നോർമൽ ആയിരിക്കും. 24.0യും 39.9 ആണെങ്കിൽ ഓവർ വെയിറ്റ് ആയിരിക്കും. 40ക്ക് മുകളിലാണെങ്കിൽ എന്തായിരിക്കും, ഒബീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് കോഡിലേക്ക് വരാം. കോഡിലേക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇടാം. ഓക്കെ, ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇഫ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇവിടെ കൊടുക്കാം BMA വാല്യൂസ്. BMA വാല്യൂസ് എത്ര താഴെയാകുമ്പോഴാണ്, 18.4ന് താഴെയാണെങ്കിൽ. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ ആണ് കൊടുക്കുക അതോ ലെസ് ദാൻ ആണ് കൊടുക്കുക, ലെസ് ദാൻ ആണ് കൊടുക്കുക. ഓക്കെ, ലെസ് ദാൻ 18.4, 18.4ന് താഴെയാണെങ്കിൽ ഞാനിവിടെ പറയാണ് പ്രിന്റ് എഫില് എന്ത് കൊടുക്കാം, നോർമൽ, നോർമൽ എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണ്ടീഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ എൽസീഫ് ആണ് നമുക്കിവിടെ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത്, എൽസീഫ്. ഓക്കെ, എൽസീഫിൽ നമുക്ക് എന്ത് കൊടുക്കാം, BMA വാല്യൂസ് നമുക്ക് നെക്സ്റ്റ് വീണ്ടും നോക്കി നോക്കാം. 18.5നും 24.9നും സെൻട്രൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക, നോർമൽ ആണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് 18.5ന് മുകളിലായിരിക്കണം, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 24.9ന് താഴെ ആയിരിക്കണം. അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് യൂസ് ചെയ്യണം, ആൻഡ് ഓപ്പറേറ്റർ.
അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് BMI വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18.5. ഓക്കെ, 18.5 ഓക്കെ, ഗ്രേറ്റർ ദാൻ മതി. 18.5 മുകളിലും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓപ്പറേറ്ററിൽ BMI വാല്യൂസ് ലെസ് ദാൻ എത്രയാണ് വരുന്നത്? 24.9. 24.9 ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? പ്രിന്റ്എഫിൽ നമുക്ക് സോറി കേട്ടോ, ഇവിടെ അണ്ടർ വെയിറ്റ് ആണ് വരിക. ഇവിടെ അണ്ടർ വെയിറ്റ് കേട്ടോ, അണ്ടർ വെയിറ്റ്. ഈ ഒരു ഓപ്ഷനിൽ നോർമൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? അടുത്ത കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. എൽസ് ഇഫിൽ അടുത്ത കണ്ടീഷൻ എന്താണ് വരുന്നത്? അടുത്ത കണ്ടീഷൻ 25നും 39.9നും സെൻട്രലാണെങ്കിൽ എന്താണ് വരിക? ഓവർ വെയിറ്റ് ആണ് വരിക. ഓക്കെ, ഇവിടെ വന്നിട്ട് 25നും ഇവിടെ വന്നിട്ട് കണ്ടീഷൻ കൊടുത്തു 25 BMI വാല്യൂ ഗ്രേറ്റർ ദാൻ 25. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. BMI വാല്യൂസ് ഗ്രേറ്റർ ദാൻ 25 ആൻഡ് BMI വാല്യൂസ് ലെസ് ദാൻ എത്ര ആയിരിക്കണം? ലെസ് ദാൻ 39.9. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം? 39.9. 39.9. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 25നും 39.9നും സെൻട്രൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ്എഫിലെ ഓവർ വെയിറ്റ് അല്ലേ? ഓവർ വെയിറ്റ് അല്ലേ ഇവിടെ കൊടുത്താറുന്നത്? ഓക്കെ, ഓവർ വെയിറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് കണ്ടീഷൻ, ഒന്നില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ എൽസിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതൊന്നും അല്ലെങ്കിൽ, എന്ന് വെച്ചാൽ 18.4 താഴെയും അതേപോലെ തന്നെ 39.9 ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബീസിന് കൊടുക്കാം, അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എൽസിൽ പ്രിന്റ്എഫിൽ എന്ത് കൊടുത്തു? ഒബീസ്. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് റൺ ചെയ്യാം ഈ ഒരു പോർഷൻ. ജസ്റ്റ് ഞാനിവിടെ വന്നിട്ട് വീണ്ടും റൺ കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. പ്രിന്റ്എഫിൽ നോർമൽ. എന്തുകൊണ്ടാണ്? സെമി കോളൻ ഇട്ടിട്ടില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്നുകൂടെ റൺ ചെയ്യാം. കണ്ടില്ലേ? എൻ്റർ ദ വെയിറ്റ് ഇൻ kg. ഞാനൊരു 75 കൊടുത്തു. ഞാൻ ഹൈറ്റ് ഇൻ സെന്റിമീറ്ററിൽ ഞാൻ എത്ര കൊടുത്തു? 174 കൊടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യം ഏത് കോഡാണ് വർക്കായത്? പ്രിന്റ്എഫിൽ എൻ്റർ ദ വെയിറ്റ് ഇൻ kg ആണ് ഫസ്റ്റ് വർക്കായത്. അപ്പോൾ ഞാൻ കൊടുത്തു 75 കൊടുത്തു. ഈ ഒരു 75 ഏതിലേക്ക് അസൈൻ ആയി? വെയിറ്റിലേക്ക് അസൈൻ ആയി. പിന്നെ നെക്സ്റ്റ് എന്താ വന്നത്? എൻ്റർ ദ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ. നെക്സ്റ്റ് എൻ്റർ ദ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ. ഈ ഒരു വാല്യൂസ് ഏതിലേക്ക് അസൈൻ ആയിരിക്കുന്നത്? ഇത് ഹൈറ്റിലേക്ക് അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇനി ഇവിടെ നമ്മൾ ഹൈറ്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? BMI വാല്യൂന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BMI വാല്യൂ നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി ആ ഒരു BMI വാല്യൂ 18.4 താഴെയാണെങ്കിൽ എന്ത് ചെയ്യും? അണ്ടർ വെയിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ LCFൽ 18.5നും 24.9നും ഇടയിലാണെങ്കിൽ നോർമൽ ആണ്. 25നും 39.9നും സെൻട്രൽ ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഇതൊന്നും അല്ലെങ്കിൽ എൽസ്, ഇതൊന്നും അല്ലെങ്കിൽ എന്താ വരിക? ഒബീസ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ? BMI വാല്യൂസ് 24.7 അല്ലേ? നോർമൽ. നമുക്കൊരു കാര്യം ചെയ്യാം, അത് നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കൊരു ജസ്റ്റ് ഒരു സ്ലാഷ് n കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ലാഷ് n. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. 174 ഒരു 54 കണ്ടില്ലേ? ഒബീസ്. ഒരു മിനിറ്റ്, ഒന്നുകൂടി റൺ ചെയ്യാം. മാറി കൊടുത്തു. വെയിറ്റ് ഞാനൊരു 90 കൊടുത്തു. ഓക്കെ, ഞാനിവിടെ ഹൈറ്റ് ഒരു 165 കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ? ഓവർ വെയിറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വളരെ രീതിയിൽ നമുക്ക് കുറച്ച് കൊടുത്ത് നോക്കാം അണ്ടർ വെയിറ്റ് വരുന്നുണ്ടോന്ന്. ഞാൻ വെയിറ്റ് ഒരു 45 കൊടുത്തു. ഹൈറ്റ് ഒരു 175 കൊടുത്തു. എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ? അണ്ടർ വെയിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി വാല്യൂസ് എന്ത് ചെയ്യാം? ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു BMI കാൽക്കുലേറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ആകെ പഠിച്ചിരിക്കുന്നത് ഒന്ന്, നമ്മൾ ഇൻറ്റു ഫ്ലോട്ട് എന്ന് പറഞ്ഞ രണ്ട് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇവിടെ ഫ്ലോട്ട് കൊടുക്കാനുള്ള കാരണം പോയിന്റ് വാല്യൂസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഫ്ലോട്ട് കൊടുക്കുന്നു. പിന്നെ പ്രിന്റ്എഫ്. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രിന്റ്എഫ്. സ്കാൻഎഫ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ യൂസർ കൊടുക്കുന്ന വാല്യൂസിനെ എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കാൻഎഫ് കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇക്വേഷൻ ഹൈറ്റ് അസൈനിങ്, ഇവിടെ എപ്പോഴും അസൈനിങ് ആണ്, ഇതെന്തല്ല ഈക്വൽ ടു അല്ല. പിന്നെ നെക്സ്റ്റ് എന്ത്? BMI വാല്യൂസിൽ BMI വാല്യൂ വന്നു. ഓക്കെ, അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് പ്രിന്റ് ചെയ്തു BMI വാല്യൂ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എന്ത് ചെയ്തു? BMI വാല്യൂ 18.4 താഴെയാണെങ്കിൽ അണ്ടർ വെയിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടീഷൻസ് എല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയാണ് നമുക്ക് ഒരു BMI കാൽക്കുലേറ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഇൻറ്റ്, ഫ്ലോട്ട്,
ഓക്കെ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ആഷ് ഇൻക്ലൂഡ് stdio.h. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫംഗ്ഷൻസ്, ലൂപ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ബേസിക്സ് മുതലേ ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു ബേസിക് തരണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും അതിന്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വേരിയബിളും ഫംഗ്ഷൻസും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ വേറെ ഏത് ലാംഗ്വേജിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ലാംഗ്വേജ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാം. ഓക്കെ.